ഈ കർക്കിടക മാസത്തിൽ ഇലകൾ ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുവെന്നും അത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണെന്നും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് മത്തൻ്റെ ഇല ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഇല തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്ന് നമുക്ക് മത്തൻ്റെ ഇലയും പൂവുമാണ് നമ്മൾ തോരൻ വയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ മത്തൻ്റെ ഇലയും പൂവും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കാം. ഈ മത്തൻ പൂവിൻ്റെ അകത്ത് ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ കഴുകിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ഇലകളുടെ മുകളിലായിട്ട് ചെറിയ ചെറിയ പുഴുക്കളുണ്ടാവും, പറ്റിയിരിക്കുന്നുണ്ടാവും. അതും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ഇതെല്ലാം വൃത്തിയായി കഴുകിയെടുക്കാനായിട്ട്. നമുക്ക് കാണാൻ പറ്റില്ല, കുഞ്ഞു കുഞ്ഞു ചെറിയ പുഴുക്കളായിരിക്കും. അത് നമ്മൾ ശരിക്കും നോക്കിയാലേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പം മത്തൻ്റെ ഇലയും പൂവും എല്ലാം കൂടി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല ചെറുതായിട്ട് തന്നെ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. 3-4 ഇലയെല്ലാം കൂടി ചുരുട്ടിയെടുത്തിട്ട് നമുക്ക് മടക്കി അരിഞ്ഞെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഞാൻ ഈ തയ്യാറാക്കുന്നത് പോലെ നിങ്ങൾ ഈ തോരൻ തയ്യാറാക്കിയാൽ നിങ്ങൾ പിന്നെ മത്തൻ്റെ ഇല കളയത്തേ ഇല്ല കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഞാൻ ഈ വെക്കുന്നത് പോലെ ആരും വെച്ച് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് പോലെ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചത്. മിക്ക സ്ഥലങ്ങളിലും മത്തൻ മാത്രമേ എടുക്കാറുള്ളൂ. മത്തൻ്റെ ഇല അല്ലെങ്കിൽ ഇല എടുത്താലും പൂവ് അങ്ങനെ എടുക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. പലരോടും ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പൂവ് എടുക്കാറില്ല, മത്തൻ്റെ ഇല ഇടയ്ക്ക് ഞങ്ങൾ കഴിക്കാറുണ്ട് എന്നാണ് പറയാറുള്ളത്. പക്ഷേ പൂവിനും നല്ല വിറ്റാമിനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പൂവ് കളയരുത്. പൂവ് പെട്ടെന്ന് തന്നെ വാടിപ്പോവും. ഒരു ദിവസമൊക്കെ നിൽക്കുകയുള്ളൂ. ഒരു ദിവസം അല്ല, കൂടി വന്നാൽ 2 ദിവസമേ നിൽക്കുകയുള്ളൂ. അതിൽ കൂടുതൽ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് പൂവുണ്ടായി വരുമ്പോൾ തന്നെ ഇത് പറിച്ച് നിങ്ങൾ തോരൻ വയ്ക്കാൻ മറന്നു പോകരുത്. നല്ല ടേസ്റ്റ്, നല്ല ഗുണമുള്ളതാണ് ഈ പൂവിന്. അപ്പം നമ്മൾ മത്തൻ്റെ ഇലയും പൂവും എല്ലാം നന്നായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ സവോളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ സവോള മിക്കവരും ചേർക്കാറില്ല, ചെറിയ ഉള്ളിയാണ് ചേർക്കാറുള്ളത്. പക്ഷേ ഇത് രണ്ടും നമുക്ക് ചേർക്കാം കേട്ടോ. സവോള ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. അപ്പം ഞാൻ ഇത് തയ്യാറാക്കുന്നത് നിങ്ങൾ നോക്കിക്കോളൂ. എന്നിട്ട് അതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കൂ. ഏതിനാണ് ടേസ്റ്റ് നിങ്ങൾ കൂടുതലുള്ളതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. ഞാൻ തയ്യാറാക്കുന്നത് ഇങ്ങനെയാണ്. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സത്യത്തിൽ മത്തൻ്റെ ഒന്നും നമുക്ക് കളയാനായിട്ടില്ല കേട്ടോ. മത്തനായാലും മത്തൻ്റെ എല്ലാം കുരുവും എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം മത്തൻ്റെ യാതൊന്നും കളയേണ്ട ഒരാവശ്യമില്ല. അതുപോലെ തന്നെ ഇലയും പൂവും കായും എല്ലാം നമുക്ക് ഉപയോഗിക്കാം. അപ്പം നമ്മളിവിടെ സവാള എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5-6 വെളുത്തുള്ളിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ മതി. അത് ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ടാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാം. ഇനി നമ്മൾ ഈ തോരന് വേണ്ട അരപ്പാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. വലിയ തേങ്ങയുടെ തന്നെ ഒരു അരമുറിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇലവർഗ്ഗങ്ങൾ നമ്മൾ തയ്യാറാക്കുമ്പോൾ കുറച്ച് മഞ്ഞൾ കൂടുതൽ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഞാനിവിടെ പച്ചമുളകല്ല ചേർത്ത് കൊടുക്കുന്നത്, വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കാശ്മീരി മുളകാണ് ഞാൻ ഒരു 4 ഞാൻ മുറിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അതും നിങ്ങളുടെ ഓപ്ഷനിലാണ്. ഇഷ്ടമുള്ളവർക്ക് പച്ചമുളകോ വറ്റൽമുളകോ ഏത് വേണേലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ഈ തയ്യാറാക്കുന്നത് പോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കണം, അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുത്തത് ഇപ്പോൾ. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒന്ന് ഒതുക്കിയെടുത്തിട്ടുള്ള തേങ്ങയുടെ കൂട്ടും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ തയ്യാറാക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. സാധാരണ നമ്മൾ എണ്ണയിൽ കടുകിട്ട് വറുത്ത് അതിന് ശേഷം ചീരയിട്ട് അരപ്പിട്ട് അങ്ങനെയൊക്കെയല്ലേ. പക്ഷേ നിങ്ങൾ തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇനി മറ്റേതുപോലെ നമ്മൾ സാധാ തോരൻ വയ്ക്കുന്ന പോലെ തയ്യാറാക്കരുത്. ഈ ചീരയിൽ തന്നെ നമ്മളെല്ലാ കൂട്ടും ഇട്ട് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ കടുക് വറുത്ത് അങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ അമേസിങ് ടേസ്റ്റാണ് കേട്ടോ ഈ മത്തൻ്റെ ഇലയ്ക്ക്. സാധാ നമ്മൾ ഇലത്തോരൻ വയ്ക്കുന്നത് പോലെയല്ല, ഇത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അധികം കുഴഞ്ഞ് പോവുകയില്ല, നല്ല ഇങ്ങനെ പൊടിയായിട്ട് തന്നെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്.
ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. ഇത് കടുക് വറുക്കുമ്പോൾ നമുക്ക് ചേർക്കാനുള്ളതാണ് ഈ ചെറിയ ഉള്ളി. വലിയ ഉള്ളി ആയതുകൊണ്ട് ഞാനിത് നടുവേ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുകയാണ്. ഒരു 10-12 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മത്തൻ്റെ തോരൻ തയ്യാറാക്കാം. ഒരു പാത്രം ചൂടാക്കിയതിന് ശേഷം നമ്മളൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്കൊരു സ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. കടുകെല്ലാം നന്നായിട്ട് പൊട്ടിയതിന് ശേഷം മാത്രം നമ്മൾ ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇലക്കറി ആയതുകൊണ്ട് തന്നെ ഒത്തിരി കറിവേപ്പിലയുടെ ആവശ്യമില്ല. എന്നാലും നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചീര കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ മറക്കരുത്. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വർഗ്ഗങ്ങൾ നമ്മൾ തയ്യാറാക്കരുത്. അടി കരിഞ്ഞ് വരും. ചെറു തീയിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കണം. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. ഒരിക്കലും ഇലവർഗ്ഗം മൂടി വെക്കരുത്. മൂടി വെക്കാതെ വേണം ഇലവർഗ്ഗങ്ങൾ നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട്. 5 മിനിറ്റ് മതി കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഞാനിപ്പോൾ ഇത് 2-3 പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓൾറെഡി വെന്തിട്ടുണ്ട്. ഇനി എന്നാലും നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ചാനലിലൊന്ന് മറക്കാതെ ഒന്ന് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പം നമ്മുടെ മത്തൻ്റെ ഇലയും പൂവും വെച്ചിട്ടുള്ള തോരൻ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റിലുള്ള തോരൻ തയ്യാറായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആരും മറക്കരുത് ഇതുപോലെ തയ്യാറാക്കി എടുക്കാനായിട്ട്. വളരെയധികം നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മത്തൻ്റെ തോരനാണിത്. അപ്പോൾ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ലൈക്കും കമൻറ്റും കൂടെ ഒന്ന് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. അപ്പം നിങ്ങൾ ഒന്ന് വിചാരിച്ചാൽ മതി, നിങ്ങൾ തയ്യാറാക്കുന്നതാണോ അതോ ഇപ്പം ഞാൻ ഈ തയ്യാറാക്കുന്നതിനാണോ ടേസ്റ്റ് ഉള്ളത് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അതുപോലെ നിങ്ങളിത് തീർച്ചയായിട്ടും ഇതേപോലെ ഒന്നുണ്ടാക്കി നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.